ശ്രീകൃഷ്ണ ഭഗവാന്റെ
മധുരമേറിയ ഭാവങ്ങളിൽ ഒന്നാണ് ജഗന്നാഥ സ്വാമി. കൃഷ്ണ ഭഗവാന് രണ്ട് വ്യത്യസ്തമായ ഭാവമുണ്ട്. വൃന്ദാവനത്തില് ശ്യാമസുന്ദര കൃഷ്ണനും ദ്വാരകയില് ദ്വാരകാധീശൻ ചക്രവർത്തിയായിട്ട്. ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേര് വൃന്ദാവനം പോയിട്ടില്ല? ഒരുപാട് പേര് പോയിട്ടില്ല. എത്ര പേര് ദ്വാരക പോയിട്ടില്ല? ഏകദേശം ആരും തന്നെ പോയി. ഭഗവാന് രണ്ട് വ്യത്യസ്തമായ മാധുര്യ ഭാവമാണ്. ഒന്ന് കൃഷ്ണ ഭഗവാൻ ഗോപികമാരുടെ കൂടെ ഉള്ള ഭാവം. കൃഷ്ണ ഭഗവാന് 3 കോടി ഗോപിക ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സുദാമ പ്രഭുവിന്റെ ഗേൾ ഫ്രണ്ട്സ് ആണ് അറിയില്ല. കൃഷ്ണ ഭഗവാന് 3 കോടിയാണ് ഗോപികമാർ. പത്നിമാരും കുറവൊന്നുമില്ല. പത്നിമാർ എത്രയാണ്? കുറയ്ക്കണ്ട, 16,108. ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഐശ്വര്യഭാവം 16,108 പത്നി സമേതനായിരിക്കുന്നു. വൃന്ദാവനത്തിൽ കൃഷ്ണ ഭഗവാൻ ഗോപന്മാരുടെ കൂടെയും ഗോപികമാരുടെ കൂടെയും വ്രജവാസികളുടെ കൂടെയും രണ്ടും മാധുര്യഭാവമാണ്. പക്ഷെ ചെറിയ ഒരു വ്യത്യാസമാണ്. വൃന്ദാവന ഭാവത്തിനാണോ മാധുര്യം കൂടുതൽ, അല്ല ദ്വാരകാ ഭാവത്തിനാണോ മാധുര്യം കൂടുതൽ? വൃന്ദാവനത്തിലാണ് കൂടുതൽ. ദ്വാരകയിലെ വേറെ ഒരു ഭാവം, ഐശ്വര്യ സമ്പന്നനായ ഭാവം. അപ്പൊ ഈ ജഗന്നാഥ സ്വാമി ആരാണ്? ഭാഗവതത്തിൽ ജഗന്നാഥ സ്വാമിയെ കുറിച്ച് പരാമർശമില്ല. വൃന്ദാവനത്തിൽ ജഗന്നാഥ സ്വാമിയെ കുറിച്ച് പരാമർശമില്ല. ദ്വാരകയിൽ ജഗന്നാഥ സ്വാമിയെ കുറിച്ച് പരാമർശമില്ല. പിന്നെ എന്തിനാ ഇത്ര പേര് ഇവിടെ കൂടിയത്? ഉച്ചയ്ക്ക് നല്ല പ്രസാദം. ഈ ജഗന്നാഥ സ്വാമി ആരാണ് എന്ന് ചോദിച്ചാൽ, ദ്വാരകാഭാവം, ദ്വാരകാ ശ്യാമസുന്ദര കൃഷ്ണനും ദ്വാരകാധീശനും വൃന്ദാവനത്തിലുള്ള ശ്യാമസുന്ദര കൃഷ്ണൻ രണ്ട് ഭാവം കൂടെ ഒരുമിച്ച്. പാൽപായസം കുടിച്ചിട്ടുണ്ടോ? പാൽപായസത്തിനകത്ത് പഴുത്ത മാമ്പഴം ഇട്ട് കഴിച്ചിട്ടുണ്ടോ? എല്ലാവരുടെയും ലൈഫ് വേസ്റ്റാണ്. പാൽപായസം എത്ര പേർക്ക് ഇഷ്ടം? പഴുത്ത നല്ല മാമ്പഴം എത്ര പേർക്ക് ഇഷ്ടം? ഇത് രണ്ടും കൂടെ ചേർന്ന് എങ്ങനെയിരിക്കും? കേരളത്തിൽ കുറെ ഭ്രാന്തന്മാരുണ്ട്, ജിലേബി ചായയിൽ മുക്കിയിട്ടുണ്ട്. പക്ഷേ ദ്വാരകാഭാവവും വൃന്ദാവന ഭാവവും സമന്വയം രണ്ടും ഒരുമിച്ച് ചേർന്നതാണ്. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് ജഗന്നാഥ സ്വാമിയെ രാധാ സരസമപുരാലിംഗന സുഖോ ജഗന്നാഥ സ്വാമി നയന പതഗാമി ഭവാതുകി. ദ്വാരകാധീശനായി ചക്രവർത്തിയായി പത്നി സമേതം ഇരുന്നാലും മനസ്സിൽ ആരെയാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? രാധാറാണി, ഗോപികമാരെ, വ്രജവാസികളെ. രാധാ സരസവപുരാലിംഗന സുഖോ, ഭാര്യയുടെ കൂടെ ഇരിക്കുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് രാധാദേവിയെ ആരും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. നമ്മളിതെല്ലാം ആരാധിക്കുക മാത്രമേ ചെയ്യാവൂ. ഇതൊന്നും ഇതിന്റെ ആഴത്തിലിറങ്ങി ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ചാൽ പരിശുദ്ധമായ ഹൃദയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തെറ്റുകൾ ചെയ്യും. ഈ വിഷയങ്ങൾ കേൾക്കുക, ആരാധിക്കുക, വന്ദിക്കുക, പ്രാർത്ഥിക്കുക, അതിൽ ഇറങ്ങി വിശകലനം, നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യാൻ പാടില്ല. ചെയ്താൽ എന്ത് സംഭവിക്കും? പാപത്തിൽ ചെന്ന് അവസാനിക്കും. ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകം പറഞ്ഞിട്ട് പോലും ശുക മഹർഷി
രാധ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേയില്ല. ആരാധിക എന്നാണ് രാധാദേവിയുടെ പേരിനെ ഉയർത്തി ഏറ്റവും ഉയർന്ന ആരാധന ചെയ്യുന്ന വ്യക്തി എന്ന് മാറ്റി പറഞ്ഞു. രാധാദേവിയുടെ പേര് ഭാഗവതത്തിലില്ല. രാധാറാണിയുടെ പേര് 18 പുരാണങ്ങളിലില്ല. രാധാറാണിയുടെ പേര് ശ്രീമദ് ഭഗവത്ഗീതയിലില്ല. രാധാറാണിക്ക് പുരാതന ക്ഷേത്രം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് സജ്ജനങ്ങളില് ആരെങ്കിലും രാധാറാണിയുടെ പുരാതന ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. രാധാറാണിക്ക് വേദത്തിൽ മന്ത്രമേ ഇല്ല. ഇപ്പൊ കൃഷ്ണ ഭഗവാനെ പൂജിക്കുമ്പോ ഓം ശ്രീ കൃഷ്ണായ നമഃ എന്ന് പറഞ്ഞ് ദീപാരാധന ചെയ്യും. നരസിംഹമൂർത്തിയെ ചെല്ലുമ്പോൾ ഓം ഡാഷ് മൂലമന്ത്രമുണ്ട്, അത് പറഞ്ഞ് നരസിംഹായ നമഃ, ഓം ഹ്രീം ലക്ഷ്മി എന്നൊക്കെ മന്ത്രമുണ്ട്. രാധാറാണിക്ക് വേദമന്ത്രമില്ല. എന്നാൽ ചില പൂജാരിമാർ എന്ത് ചെയ്യും? വാഹന പൂജ ചെയ്യും. ഏത് മന്ത്രമാണെന്ന് എനിക്കറിയില്ല. ഓം ഇതി ടൊയോട്ടായ നമഃ അങ്ങനെ എനിക്കറിയില്ല. കാരണം വാഹന പൂജയും വേദത്തിലില്ല. രാധാറാണിക്ക് മന്ത്രം വേദത്തിലില്ല. രാധാറാണിക്ക് ക്ഷേത്രം പുരാതന ക്ഷേത്രങ്ങളില്ല. പുരാണങ്ങളിൽ പേരില്ല. വ്യാസമഹർഷിയും സുഖമഹർഷിയും പോലും രാധാറാണിയുടെ നാമം നാവിൽ ഏറ്റിട്ടില്ല. കാരണം അത്രയും ശുദ്ധരല്ല. അപ്പൊ അതുകൊണ്ട് രാധാറാണിയെ കുറിച്ചുള്ള വിഷയം കൂടുതൽ അതിനകത്ത് പോകാൻ പാടില്ല. ഏറ്റവും ഉയർന്ന പരിശുദ്ധ ഭക്തന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വിഷയമാണ്. അപ്പൊ ശങ്കരാചാര്യൻ ജഗന്നാഥ സ്വാമി എന്താ പറഞ്ഞത്? പത്നി സമേതം ഇരുന്നാലും 16,108 ഭാര്യമാരുടെ കൂടെ ഉണ്ടെങ്കിലും ഭഗവാൻ ഹൃദയം കൊണ്ട് ആരെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്? രാധാ സരസവപുരാലിംഗന സുഖോ ജഗന്നാഥ സ്വാമി നയന പതഗാമി ഭവാതു. ജഗന്നാഥ സ്വാമി കി ജഗന്നാഥ സ്വാമി കി. അപ്പോ വൃന്ദാവനത്തിന്റെ മാധുര്യഭാവം ദ്വാരകയുടെ ഐശ്വര്യഭാവവും കൂടെ ഒരു സമന്വയമായ ഭാവം. ഈ ഭാവം ഭൗതിക ലോകത്ത് ചെറിയ ഒരു മുഹൂർത്തകാലം, ഒരു നിമിഷകാലമേ ഉണ്ടായിട്ടുള്ളൂ. കൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ 10 വയസ്സ് വരെ ഉണ്ടായിരുന്നു. 10 വയസ്സിന് ശേഷം കംസനെ കൊന്നു. പിന്നെ ഉജ്ജയിനിൽ പോയി ഗുരുകുലത്തിൽ ചേർന്നു. പിന്നെ ഹസ്തിനാപുരം പോയി, ദ്വാരകയിൽ പോയി. അതൊക്കെ 100 വർഷം. ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ 125 വർഷം ഉണ്ടായിരുന്നു. ജഗന്നാഥ് സ്വാമി ഭൂമിയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? എത്ര വർഷം ഉണ്ടായിരുന്നു? ഒരു മുഹൂർത്തകാലം. കൃഷ്ണ ഭഗവാന്റെ മാധുര്യത്തിനെ എടുത്ത് കണ്ടൻസ്. പാൽ ഇഷ്ടമാണോ? പാൽപായസം ഇഷ്ടമാണോ? പാൽപായസത്തിൽ പാലട ഇഷ്ടമാണ്. പാൽപായസത്തിൽ കണ്ടൻസ്ഡ് മിൽക്കിന് മലയാളത്തിൽ എന്ന് പറയും. ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. മിൽക്ക് മെയ്ഡ് എന്താ പറയുക മലയാളത്തില്? മിൽക്ക് മെയ്ഡ്. അതിട്ട പായസം ഇഷ്ടമാണോ? അങ്ങനെ ഒരു പായസം ഒരു വശം, ഇനിയൊരു വശം രസഗുല്ല ഉണ്ടെങ്കിൽ ഏതെടുക്കും? അവസാനം അവിയലും പുളിശ്ശേരി. മധുരം കൂടി കൂടി കൂടി. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ മാധുര്യ സ്വരൂപനാണ്. ആ മാധുര്യ സ്വരൂപത്തിന്റെ മധുരത്തിനെ എടുത്ത് അതിനെ ഹൈയസ്റ്റ് ആയിട്ട് കണ്ടൻസ് ചെയ്ത് ഒരു മുഹൂർത്തകാലം ആ മാധുര്യം മാത്രം പ്രദർശിപ്പിച്ചതാണ് ഏത് ഭാവം? ജഗന്നാഥ സ്വാമിക്ക്. ശാശ്വതമായ ഭാവമല്ല. ജഗന്നാഥായി ജനിച്ച് ജഗന്നാഥായി വളർന്ന് ജഗന്നാഥായി പശുക്കളെ മേക്ക്, അതൊന്നുമല്ല. ഗോപികമാരെ വിചാരിച്ചപ്പോ ജഗന്നാഥ മാധുര്യ ഭാവം.
അതുകൊണ്ട് നാരദ ഭക്തി സൂത്രത്തിൽ നാരദ മഹർഷി പറയുന്നു, ഭക്തി എന്ന് വെച്ചാൽ യഥാ രജഗോപികാനാം, ഗോപസ്ത്രീകളുടെ ജീവിതമാണ് ഭക്തി. കാരണം അവർക്ക് സ്വയം ഞാൻ എന്ന് പറയുന്ന സ്വാർത്ഥതയേ ഇല്ല. ഭഗവാന്റെ നാമവും കഥകളും മാത്രം ആ ഗോപസ്ത്രീകൾക്ക് മതി, വേറെ ഒന്നും വേണ്ട. ശ്രവണമംഗളം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ. ജഗന്നാഥ ബലദേവ് സുഭദ്രാ മഹാരാണി കി. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ ചെന്ന് 16,108 പത്നിമാരെയും വിവാഹം കഴിച്ച് അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് സുഭദ്രാദേവി ജനിക്കുന്നത്. കൃഷ്ണ ഭഗവാനും സുഭദ്രാദേവിക്കും 80 വർഷത്തിനും കൂടുതൽ പ്രായവ്യത്യാസമുണ്ട്. ചേട്ടന് എത്രയാ പ്രായ വ്യത്യാസം? 80 വർഷത്തിനും കൂടുതൽ. കാരണം ഭഗവാൻ 16,108 പത്നിമാരെയും വിവാഹം ചെയ്ത് ഓരോ പത്നിയിലും 10 ആൺമക്കളും ഒരു പെൺകുട്ടിയും. അപ്പൊ ഭഗവാൻ എത്ര മക്കളാണ്? 11. ഓരോ പത്നിയിൽ 10 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അപ്പൊ എത്ര മക്കളാണ് മൊത്തം? എല്ലാം മാത്സിൽ വീക്കാണ്. എത്ര പേർക്ക് മാത്സ് ഇഷ്ടമല്ല? താങ്ക് യു, വെൽക്കം. ഓരോ പത്നിയിലും 11 മക്കളാണ്. ഈ മക്കളെല്ലാം ജനിച്ചതിന് ശേഷമാണ് ആര് ജനിക്കുന്നത്? സുഭദ്രാദേവി, ഏറ്റവും കൊച്ചഞ്ചത്തി. പുരാണങ്ങൾ പറയുന്നു സുഭദ്രാദേവിയെ സാധാരണ ദേവിമാരെ താമര പുഷ്പത്തിനോട് ഉപമിക്കും. പക്ഷെ സുഭദ്രാദേവിയെ സൺഫ്ലവറിന്റെ കൂടെയാണ് ഉപമിക്കുക. സുഭദ്രാദേവിയുടെ 2 വശത്ത് 2 സൂര്യൻ, ഒന്ന് കറുത്ത സൂര്യനും ഒന്ന് വെളുത്ത സൂര്യനും. 2 സൂര്യന്മാരോട് സുഭദ്രയുടെ അഞ്ചത്ത്. ഈ സൺഫ്ലവർ മലയാളത്തിൽ എന്ന് പറയും സൂര്യകാന്തി പൂ. അതിന് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാല്, സൂര്യൻ ഉയർത്തെഴുമ്പോൾ ആ പൂ വിടരുകയും സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ പൂ അടയുകയും ചെയ്യും. സൂര്യൻ ഉണ്ടെങ്കിൽ മാത്രമേ പൂ വിരിയുള്ളൂ, സൂര്യൻ ഇല്ലെങ്കിൽ പൂ വിരിയത്തില്ല. കൃഷ്ണനും ബലരാമനും ഉണ്ടെങ്കിൽ മാത്രമേ സുഭദ്രയ്ക്ക് സന്തോഷമുള്ളൂ. ഭഗവാനെ കണ്ടില്ലെങ്കിൽ, ബലരാമനെ കണ്ടില്ലെങ്കിൽ സുഭദ്രയ്ക്ക് സന്തോഷമില്ല. നമുക്കങ്ങനെയില്ല, പ്രസാദം കണ്ടാ സന്തോഷം വരും. കൃഷ്ണനെയും ബലരാമനെയും അത്രയ്ക്കും പ്രേമവാചനമായ കൊച്ചനുജത്തിയാണ് സുഭദ്രാദേവി. 80 വർഷത്തോളം വ്യത്യാസമുണ്ട് ഭഗവാനിൽ നിന്ന്. സുഭദ്രാമയ്യാ കീ ജയ്, സുഭദ്രാമയ്യാ കീ ജയ്. അപ്പോ സുഭദ്രാദേവി കുട്ടിക്കാലം മുതലേ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ലീല കേട്ട് 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 ഒരു വട്ടമെങ്കിലും വൃന്ദാവനത്തിനെ ചെന്ന് കാണണം. രൂപഗോസ്വാമി മഹാ ആചാര്യൻ പറയുന്നു, വൃന്ദാവനം പോകുന്നത് യാചകനെ പോലെ പോകണം എന്നാണ്. നമ്മൾ എങ്ങനെയാ പോവുക? വെസ്റ്റേൺ ക്ലോസറ്റ് ഉള്ള റൂം ബുക്ക് ചെയ്തിട്ട്, AC ബുക്ക് ചെയ്തിട്ട്, പ്രസാദമെല്ലാം ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാനേ പാടില്ല. എവിടെ പോവാൻ? യാചകനെ പോലെ പോകണം. യാചകന് ഒരു ഉറപ്പില്ല ഏത് വീട്ടിൽ നിന്ന് ദോഷ കിട്ടുമെന്നൊന്നും അറിയില്ല. എല്ലാ വീട്ടുവാതിലും ചെന്ന് മുട്ടും. ഒരു യാചകൻ പോകുന്നത് പോലെ ഹേ രാധേ രജദേവികേ ച ലളിതേ ഹേ നന്ദസൂനോ കുതഃ, നന്ദ മഹാരാജാവിന്റെ പുത്രൻ കൃഷ്ണനെ എനിക്ക് എവിടെ കിട്ടും, രാധാറാണിയെ എവിടെ കിട്ടും എന്നൊരു യാചകൻ അലയുന്നത് പോലെ വേണം വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട്. വൃന്ദാവനത്തിനെ കുറിച്ച് കേട്ട് കേട്ട് കേട്ട്
ഹൃദയത്തിൽ വൃന്ദാവന മണ്ണിനോട് ഒരു മഹാ താല്പര്യം വളർത്തിയെടുത്തി. ആര് വളർത്തിയെടുത്തു? സുഭദ്രാദേവി. വൃന്ദാവനം പോകണം. പലവട്ടം ചെന്ന് ബലരാമന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം ബലരാം സ്വാമി എടുത്ത് ചോദിച്ചാൽ സ്ട്രെയിറ്റ് ആൻസർ കിട്ടും. യെസ് എന്ന് വെച്ചാൽ യെസ്, നോ എന്ന് വെച്ചാൽ നോ. കൃഷ്ണ ഭഗവാന്റെ അടുത്ത് ചോദിച്ചാൽ യെസ് പറയുന്നത് പോലെ ഇരിക്കും, പക്ഷെ നോ ആയിരിക്കും. നോ പറയുന്നത് പോലെ ആയിരിക്കും യെസ് ആയിരിക്കും. നാരദ മഹർഷി പറയുന്നു, കൃഷ്ണനെ ആരും കാണാൻ പോകരുത്. അഥവാ കൃഷ്ണനെ കാണാൻ പോയാലും ചിരിക്കുന്ന നേരത്ത് നിങ്ങളാരും കൃഷ്ണനെ കാണരുത്. നിങ്ങൾ കൃഷ്ണ ഭഗവാൻ ചിരിക്കുമ്പോൾ കണ്ടാൽ എന്നെ പോലെ കാഷായ ഉടുത്ത് നടക്കേണ്ടി വരും എന്നൊക്കെ ആര് പറഞ്ഞു? മന്ദഹാസ മുനിതാനാംബുജം നന്ദഗോപതനയം പരാത്പരം നാരദാദി മുനിവൃന്ദവന്ദിതം. മന്ദഹാസം. കൃഷ്ണ ഭഗവാൻ ചിരിക്കുന്നത് നമ്മളെ പോലെ അങ്ങനെ ചിരിക്കത്തില്ല. മന്ദഹാസം, ഒരു ചുണ്ടിന്റെ അറ്റത്തിൽ ചിരിക്കുന്നത് പോലെ ഇരിക്കും, പക്ഷെ ചിരിക്കില്ല. ചിരിക്കുന്നില്ല എന്ന് തോന്നും, പക്ഷെ ചിരിക്കും. ആ ഒരു ചിരി കണ്ടാൽ എല്ലാം കൊടുത്തിട്ട് കാഷായവും ധരിച്ച് നടക്കേണ്ടി വരും എന്ന് മഹർഷി പറഞ്ഞു. ഏത് മഹർഷി? നാരദ മഹർഷി. അപ്പോ ഓരോ തവണയും സുഭദ്ര ബലരാമന്റെ അടുത്ത് പോകും. ബലരാമൻ പറയും, ഈ ഒരു കാര്യം മാത്രം നീ എന്റെ അടുത്ത് ചോദിക്കരുത്. വർഷങ്ങളായിട്ട് ഞാൻ കൃഷ്ണന്റെ അടുത്ത് പറയാണ് ഒരു തവണ വൃന്ദാവനത്തിൽ പോകണം. കാരണം എന്താണ്? ഇന്ന് സന്ധ്യക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്ന ആളാ 125 വർഷമായി തിരിച്ചങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു മലയാളിയായിരിക്കും. അതായത് ഒരു ഗോപൻ, ഒരു പശുക്കിടാവ്, ഭഗവാന്റെ ഒരു സുഹൃത്ത് ഗോവർദ്ധനം ചെല്ലുമ്പോ അനിയോരുടെ മുമ്പേ നമ്മൾ വളയും. അവിടെ പുഞ്ചിരിക്കാൽ ലോട്ടാപ്പ അങ്ങനെ ഒരു ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? ആ ഗോപന്റെ പേര് പുഞ്ചിരിയ. എന്നും കൃഷ്ണന് പാൽപായസം കൊണ്ടുവരും. നമ്മളെ പോലെ കപ്പിലോ കിണ്ണത്തിലോ അല്ല കൊണ്ടുവരുന്നത്. ആ ഗോപൻ കൃഷ്ണന് പാൽപായസം എങ്ങനെയാ കൊണ്ടുവരിക? വെറും കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. ആ ഗോപന്റെ കയ്യിലിരുന്ന് തന്നെ കൃഷ്ണൻ നക്കി കഴിക്കും. നമ്മൾ കൊടുത്ത ഭഗവാൻ അടുത്ത് വിലക്ക് പോലും. കാരണം പാത്രം പോലും മര്യാദയ്ക്ക് കഴുകാൻ സാധിക്കില്ല. ഈ ഗോപൻ കയ്യിൽ പുഞ്ചിരി കയ്യിൽ ചൂട് പായസം കൊണ്ടുവന്ന് കൊടുക്കും. കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണ നിനക്ക് കംസനാണെങ്കിൽ ശരി, ആരാണെങ്കിലും ശരി, നീ പായസം കുടിച്ചിട്ട് പോയാ മതി. കൃഷ്ണൻ പറഞ്ഞു, പുഞ്ചിരി നീ വെയിറ്റ് ചെയ്യ്, ഈ പായസത്തിന്റെ ചൂട് തണുക്കുന്ന മുമ്പേ ഞാൻ തിരിച്ചു വരാം എന്ന് വാക്കും കൊടുത്തു. അന്ന് മുതൽ ആ ഗോപൻ ആ വളവിൽ അങ്ങനെ നിൽക്കാണ്, മുട്ടും കുത്തി. കയ്യിൽ എന്താണ്? 125 കൊല്ലായി പോയ ആളെ തിരിച്ചു കാണും. അപ്പോ 125 വർഷമായിട്ട് വ്രജവാസികൾ വിരഹവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കൃഷ്ണനെ കാണാനായിട്ട്. ശ്രീ ശ്രീ രാധാ വൃന്ദാവൻ ചന്ദ്ര ഭഗവാൻ കീ ജയ്, ശ്രീ ശ്രീ ഗോപികായ് കീ ജയ്, ജഗന്നാഥ് ബലദേവ സുഭദ്രാ മഹാറാണി കീ ജയ്. ചൂട് പായസവും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇത് 6 തണുക്കുന്ന മുമ്പേ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോ ഈ വ്രജവാസികളുടെ വിരഹം എന്നും ബലരാമസ്വാമി അറിയുന്നുണ്ട്. യശോദാദേവിയും നന്ദഗോപരും വ്രജവാസികളെല്ലാം ഭക്ഷണത്തിനെ മറന്ന് കാലങ്ങളായി, ഉറക്കത്തിനെ മറന്ന് കാലങ്ങളായി അവർ ഏത് ദിശയിൽ നോക്കിയാലും ഭഗവാനെ മാത്രം വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവത്ഗീതയിൽ ആ ശ്ലോകമുണ്ട്, ഏത് ദിശയിൽ നോക്കിയാലും ഒരു ഭക്തന് ഭഗവാൻ നഷ്ടപ്പെടുകയില്ല, ഭഗവാനും ആ ഭക്തൻ നഷ്ടപ്പെടുകയില്ല. ആർക്കെങ്കിലും ശ്ലോകം അറിയാമോ? യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. ഈ നന്ദഗോപരും യശോദാദേവി എല്ലാം കൃഷ്ണനെ ഓർത്ത് ഭക്ഷണത്തിനെ മറന്നിരിക്കുക. ഒരു തവണ അവർ ഉദ്ധവരെ കണ്ടപ്പോൾ നന്ദഗോപര് ചെന്ന് പറഞ്ഞു, ഉദ്ധവ, എന്റെ കുഞ്ഞു കൃഷ്ണനെ അറിയാമോ? ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ അംഗവസ്ത്രം ഉത്തരീയം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കൃഷ്ണ ഭഗവാന് വയസ്സ് 6 ആണ്. അപ്പൊ അച്ഛന്റെ അംഗവസ്ത്രം പോലും തൂക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വെങ്കടേശ്വര എത്ര മനോഹരമായ അംഗവസ്ത്രം ഇട്ടിരിക്കുന്നു.
അച്ഛന്റെ അംഗവസ്ത്രം പോലും ആ കുഞ്ഞിന് തൂക്കാൻ പറ്റിയില്ല. ആർക്ക് തൂക്കാൻ പറ്റിയില്ല? ആ കൃഷ്ണന്. നന്ദഗോപൻ നോക്കുമ്പോ അച്ഛന്റെ ചദ്ദർ അംഗവസ്ത്രം നിലത്തിട്ടിട്ട് ഒരറ്റം പിടിച്ച് ഇങ്ങനെ ആടി ആടി അതിന് തൂക്കാൻ പറ്റുന്നില്ല. ഒരു അംഗവസ്ത്രം പോലും തൂക്കാൻ പറ്റാത്ത കുഞ്ഞ് വൈകുന്നേരം ഗോവർദ്ധനത്തിനെ തൂക്കി പിടിച്ചോടുന്നു. ഇത് കണ്ടപ്പോ നന്ദഗോപര് തലയെല്ലാം ചുറ്റി ബോധം കെട്ടു വീണു. ഒരു ദിവസം വീട്ടിന്റെ മുറ്റത്ത് ഒരു പഴക്കച്ചവടക്കാരി വന്നപ്പോ കൃഷ്ണ ഭഗവാൻ ഓടിച്ചെന്ന് നെൽച്ചാക്കിൽ നിന്ന് നെൽമണികൾ എടുത്തോണ്ട് വന്നു. ഈ നെൽമണികൾ എടുത്തിട്ട് ആ പഴക്കച്ചവടക്കാരിയുടെ അടുത്ത് വന്നപ്പോ എല്ലാ നെല്ലും കയ്യിൽ നിന്ന് വീണ് 2 നെല്ല് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഒരു കൈപ്പിടി നെല്ല് പോലും തൂക്കാൻ പറ്റുന്നില്ല. ആ പഴക്കച്ചവടക്കാരി അതിമനോഹരമായി ഭഗവാനെ സ്മരിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി. എത്ര ഉദ്ധവര് പറഞ്ഞിട്ടും നന്ദഗോപർ സമാധാനമാകുന്നില്ല. ശരി, യശോദയെ കാണാൻ പോവാമെന്ന് പറഞ്ഞാൽ യശോദാദേവി കൃഷ്ണൻ കളിച്ച കളിപ്പാട്ടങ്ങളെല്ലാം പിടിച്ചിട്ട്, ഉദ്ധവ ഇത് കണ്ടില്ലേ, ഇത് വെച്ചാ എന്റെ കുഞ്ഞ് രാവിലെ കളിക്കുക, ഇതാ വെച്ചാണ് ഉച്ചയ്ക്ക് കഴിക്കുക, അത് ചെയ്യാ ഇത് ചെയ്യാ എന്ന് നടന്ന കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം കൃഷ്ണൻ നന്ദഗോപരെടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. അച്ഛാ, യശോദ അമ്മ എനിക്ക് രാത്രി ഭക്ഷണമേ തന്നിട്ടില്ല, പട്ടിണിക്കിട്ട് എന്നെ ഉറക്കി, അതുകൊണ്ട് അച്ഛൻ ചെന്ന് യശോദയെ തല്ലണം എന്ന് അച്ഛന്റെ അടുത്ത് പരാതി പറഞ്ഞു. ഉടനെ നന്ദഗോപർ സ്നേഹത്തോട് മകനെ തൂക്കി മടിയിൽ വെച്ചിട്ട് ചോദിച്ചു, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ, നിന്റെ അമ്മ നിനക്ക് ഭക്ഷണം തരാതെ ഇരിക്കില്ലല്ലോ, ഇന്നലെ തന്നില്ല, എന്താണ് തെളിവ് എന്ന് നന്ദഗോപർ ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ചന്ദ്രനെ നോക്കൂ ചന്ദ്രനെ നോക്കൂ, നിനക്ക് ഭക്ഷണം തരാമെന്ന് പറ്റിച്ചു, ഇപ്പൊ രാവിലെ പോയി നോക്കിയപ്പോ ചന്ദ്രനെയും കാണാനില്ല, ഭക്ഷണവും കാണാനില്ല, എന്നെ രാത്രി അമ്മ പറ്റിച്ചു. ഇങ്ങനെ ഇതെല്ലാ ലീലകളും യശോദാദേവി പറഞ്ഞു പറഞ്ഞു ബോധം കെട്ടു. ഹൃദയത്തിനെ കല്ലാക്കിക്കൊണ്ട് ഉദ്ധവര് തിരിച്ചു വരുമ്പോ കോടാനുകോടി വ്രജവാസികളും ഒരേ ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, ഉദ്ധവ നിങ്ങൾക്ക് സമ്പത്ത് വേണ്ട, വലിയ വരങ്ങളൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഒരു നോക്ക് കൃഷ്ണനെ ദ്വാരകയിൽ നിന്ന് ഒരു പ്രാവശ്യം വൃന്ദാവനത്തിൽ വിളിച്ചോണ്ട് വരോ. ഉദ്ധവര് ഹൃദയം അലിഞ്ഞ് വ്രജവാസികളെ നോക്കി സത്യപ്രതിജ്ഞ ചെയ്തു, തീർച്ചയായിട്ടും ഞാൻ കൃഷ്ണനെ കൊണ്ടുവരും. ഉദ്ധവര് ചെന്ന് കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് വൃന്ദാവനത്തിൽ പോയി കൂടെ. വൃന്ദാവനം എന്ന വാക്ക് കേൾക്കുമ്പോഴേ കൃഷ്ണ ഭഗവാൻ ഗോപസ്ത്രീകളുടെ പേരും പറയും, ബോധം കെട്ട് വീഴും, എണീച്ചിട്ട് പറയും, ഇനി വൃന്ദാവനത്തിലേക്ക് ഇല്ല എന്ന് പറയും. കാരണം ഗോപന്മാരും ഗോപികമാരും കാഴ്ചവെച്ച ഭക്തിക്ക് എനിക്ക് എനിക്ക് തിരിച്ചു തരാൻ ഒന്നുമില്ല, എനിക്കൊന്നും ഞാൻ വരില്ല. ഉദ്ധവര് ചെന്ന് ബലരാമന്റെ അടുത്ത് പരാതി പറഞ്ഞു. ആ വ്രജവാസികളുടെ ദയനീയ അവസ്ഥ, വിരഹത്തിൽ അവർ ഉറക്കത്തിനെ മറന്നു, ഭക്ഷണം പുറത്തു, എല്ലാം ബിംബം പോലെ ഇരിക്കുന്നു, ഒരു തവണയെങ്കിലും നമുക്ക് കൃഷ്ണനെ കൊണ്ടുപോകണം. ബലരാമനും പറഞ്ഞു, എനിക്കും അതാണ് ആഗ്രഹം, പക്ഷെ കൃഷ്ണൻ വരികയില്ല, എന്താ ചെയ്യാം? സുഭദ്ര പറഞ്ഞു, നിങ്ങൾ ആര് വരുന്നില്ലെങ്കിലും ശരി, ഒറ്റയ്ക്ക് ഞാൻ ഇപ്രാവശ്യം എന്തായാലും വൃന്ദാവനത്തിൽ പോകുന്നു, ഗോപന്മാരെ ഗോപികമാരെ കാണാൻ പോകുന്നു, നിങ്ങളെല്ലാം സ്നേഹമില്ലാത്ത സഹോദരന്മാരാണ്. അപ്പൊ ബലരാമന് സങ്കടം വന്നു. ഉടനെ ഉദ്ധവര്, ബലരാം സ്വാമി, സുഭദ്ര 3 പേരും കൂടെ ഒരു സൂത്രം ചെയ്തു. എന്താ സൂത്രം? എങ്ങനെയാണ് കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുക? നല്ല ബോധത്തോടുള്ളപ്പോ ഭഗവാൻ വരികയില്ല, ഭഗവാന് ബോധക്ഷയം വന്നാൽ മാത്രമേ വരികയുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? കൃഷ്ണ ഭഗവാൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഭഗവാന് ഉറക്കമില്ല, പക്ഷെ അന്ന് ഉറങ്ങി. അതായത് സാമുദ്രിക ലക്ഷണത്തിൽ പറയുന്നു, ഒരു പുരുഷൻ 40 വ്യത്യസ്തമായ സ്റ്റൈലിൽ നടക്കും, സംസാരിക്കുന്നതെല്ലാം ചെയ്യും. ഒരു പുരുഷന്റെ ശരീരത്തിന് 40 സ്റ്റൈലുണ്ട്, ഒരു സ്ത്രീക്ക് 300 സ്റ്റൈലുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ 4000 വ്യത്യസ്തമായ ഭാവത്തിൽ നടക്കുകയും ചിരിക്കുകയും ഇതൊക്കെ ചെയ്യും.
അതുകൊണ്ട് ഭഗവാൻ ബോധക്കെട്ട് വീണാൽ മാത്രമേ വൃന്ദാവനത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഭഗവാൻ ഉറങ്ങിക്കിടക്കുന്ന സമയം ഒരു വശത്ത് ഉദ്ധവരും, ഇനിയൊരു വശത്ത് സുഭദ്രാദേവിയും, ഇനിയൊരു വശത്ത് ബലരാം സ്വാമിയും വന്നിട്ട് ഭഗവാനെ ചുറ്റിയിരുന്ന് ഭഗവാന്റെ ബാല്യലീലകൾ, ഭഗവാൻ സ്വയം കേൾക്കുന്ന രീതിയിൽ ബാല്യലീലകൾ പാടാൻ തുടങ്ങി. നമ്മൾ ദാമോദര മാസത്തിൽ പറയാറില്ലേ, ഭഗവാന്റെ ലീലകളിലേ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ലീല ഏതാണ്? ദാമോദർ ലീല. ഇദം ദേവപൂർണാത ഗോപാലപാദം സദാ മനസ്യ വിരാസ്തം. ഇദം ദേവപൂർണാത ഗോപാലപാദം സദാ മനസ്യ വിരാസ്തം. ശ്രീ ശ്രീ രാധാ ദാമോദർ ഭഗവാൻ കീ ജയ്. അങ്ങനെ ഭഗവാനെ ചുറ്റിയിരുന്ന് ഈ ബാല്യലീലകളെല്ലാം വിശദീകരിക്കുമ്പോൾ കൃഷ്ണ ഭഗവാൻ സ്വയം അദ്ദേഹത്തിന്റെ ബാല്യലീല തന്നെ കേട്ട് 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 ആനന്ദത്തിൽ ആറാടി, പ്രേമത്തിൽ ആറാടി, ബാഹ്യമായ ബോധം നഷ്ടപ്പെട്ടു. ഉടനെ ബലരാം സ്വാമി പറഞ്ഞു, തൂക്കിയെടുത്ത് രഥത്തിൽ വെച്ച് കെട്ടാൻ പറഞ്ഞു. ബോധം വന്നാൽ തിരിച്ച് നമ്മളെ കൂടെ വരത്തില്ല, ഉടനെ തൂക്കിയെടുത്ത് രഥത്തിൽ കെട്ടാൻ. ഉദ്ധവരും ബലരാമനും മറ്റ് ദ്വാരകാവാസികളെല്ലാം കൂടെ ചേർന്ന് കൃഷ്ണനെ തൂക്കിയിട്ട് രഥത്തിൽ വെച്ച് കെട്ടി. പക്ഷെ കൃഷ്ണ ഭഗവാന് ഓർമ്മയില്ല എന്താ സംഭവിക്കുന്നത്. ആദ്യം ബലറാം സ്വാമി ഫ്രണ്ട് രഥത്തില്, രണ്ടാമത്തെ രഥത്തിൽ സുഭദ്രാ മഹാറാണി, എല്ലാവരും വൃന്ദാവനത്തിന് അവരുടെ രഥങ്ങൾ കാറ്റിന്റെ വേഗത്തിൽ പോകുന്നു. കൃഷ്ണന്റെ രഥം നേരെ പോകുന്നില്ല, ഈ സൈഡിൽ പോകും, ആ സൈഡിൽ താഴെ വീഴും, നടുക്ക് വെച്ച് തിരിഞ്ഞ് റിവേഴ്സിൽ പോകും. ആ ലീലയാണ് ഇന്നും ജഗന്നാഥ് പുരിയിൽ നടക്കുന്നത്. സുഭദ്ര നേരെ രഥത്തിൽ കയറും, ബലരാം സ്വാമി നേരെ രഥത്തിൽ കയറും. കൃഷ്ണ ഭഗവാൻ രഥത്തിൽ കയറത്തില്ല. തൂക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴും, അവിടെ തൂക്കിയാൽ ഇങ്ങോട്ട് വീഴും, ഇങ്ങനെ തൂക്കിയാൽ അങ്ങോട്ട് വീഴും. കാരണം ഭഗവാന് ആന്തരിക ബാഹ്യമായ ബോധം നഷ്ടപ്പെട്ട് ഗോപികമാരെ തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാഹ്യമായ ബോധം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഭഗവാനെ തൂക്കി തൂക്കി ഒരു വിധം രഥത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് രഥം എങ്ങോട്ട് പോകുന്നു? വൃന്ദാവനത്തിൽ. പക്ഷേ വൃന്ദാവനത്തിൽ എത്തിയോ എന്നുള്ളതാണ്. 5000 വർഷമായിട്ടും ദ്വാരകയിൽ രഥം വൃന്ദാവനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഭഗവാൻ ഇന്നുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഏത് ഭക്തർക്കാണോ പരിശുദ്ധ ഹൃദയം ഭഗവാന്റെ അടുത്ത് നിസ്വാർത്ഥമായ അചഞ്ചലമായ ഭക്തി ഈ കൂട്ടത്തിലുണ്ടോ, അവർക്ക് കൃഷ്ണനെ ഇന്നത്തെ ദിവസം ദ്വാരകയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. വൃന്ദാവനം. എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് കൃഷ്ണനെ ഇന്ന് ദ്വാരകയിൽ നിന്ന് വൃന്ദാവനത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന്? 2 പേര് തൂക്കി അവര് വേണം. അപ്പൊ നമ്മളെല്ലാവരും വ്രജവാസികളെ സഹായിക്കാൻ ഇന്നത്തെ ദിവസം ഈ രഥോത്സവം എന്ന് പറഞ്ഞാൽ ദ്വാരകയിൽ നിന്ന് ഭഗവാൻ ഗോപികമാരെ കാണാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ 5000 വർഷങ്ങളായി ഭക്തജനങ്ങളെല്ലാം ഈ മാധുര്യലീലയിൽ ചെറിയ ഒരു പങ്ക് വഹിച്ച് എല്ലാവരും ഭഗവാന്റെ പ്രേമഭാവത്തിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇന്നേ ദിവസം നമ്മൾ ജഗന്നാഥ സ്വാമിയെ ദ്വാരകയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. വഴിനീളെ കാണുന്ന ഭക്തജനങ്ങളെ എല്ലാം നാമം ചൊല്ലാൻ പ്രേരിപ്പിക്കുന്നു. ഈ പ്രേമഭക്തിയിൽ അവരെയും ഒരു ഭാഗമാകാൻ നമ്മൾ പ്രചോദനം നൽകുന്നു. അങ്ങനെ പ്രഭുപാദ സ്വാമികൾ ഇത് കൊണ്ടുപോയി ഇന്ന് ലോകത്ത് 1000-ൽ പരം നഗരങ്ങളിലാണ് ജഗന്നാഥ് രഥയാത്ര ഓരോ വർഷവും നടക്കുന്നത്. പ്രഭുപാദ് സ്വാമിയുടെ കാരുണ്യമാണത്. ശ്രീല പ്രഭുപാദ് കീ ജയ്. ഭാരതത്തിൽ മാത്രം 400 നഗരഗ്രാമങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ച ജഗന്നാഥ് രഥയാത്ര നടന്നത്. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും നാമജപം ചെയ്യാനും ഭാഗവതം കേൾക്കാനും ജഗന്നാഥ് പ്രസാദം കഴിക്കാനും ജഗന്നാഥിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനുമുള്ള ഒരു അവസരം ശ്രീല പ്രഭുപാദ് സ്വാമികൾ ഉണ്ടാക്കി. അപ്പൊ ഇത് വെറുതെ നമ്മള് പ്രസാദം കഴിച്ച് വടം പിടിച്ച് വലിക്കുന്ന പണിയല്ല ഇത്.
നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ നിത്യലീലയിൽ ഒരു ചെറിയ പങ്ക് വഹിക്കുകയാണ്. എന്താണ് ഭഗവാന്റെ നിത്യലീല? 5000 വർഷമായിട്ട് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് വൃന്ദാവനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മഹാമാധുര്യലീല, കൃഷ്ണലീല മുഴുവനും മാധുര്യം. ആ മാധുര്യത്തിന്റെ കണ്ടൻസ്ഡ് ഫോമാണ് ജഗന്നാഥ ലീല. ആ മധുരത്തിൽ നമ്മളും പങ്കുവഹിക്കാൻ ശ്രമിക്കുന്നു. നാമജപം ചൊല്ലി ജഗന്നാഥ് സ്വാമിയെ ഇന്ന് വടം പിടിച്ച് വലിച്ചോണ്ട് പോകണം. എത്ര പേരാണ് തയ്യാർ? ജഗന്നാഥ സ്വാമി की बलदेव की सुभद्रा महारानी की श्रील प्रभुपाद की हरे അതെ